മന്ത്രാട്ടിക്കിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ ഒരു പുതിയ ക്ലാസ്സാണ് തരാൻ പോകുന്നത്. ക്യാൻവ എന്ന ഡിസൈനിങ് കോഴ്സാണ്. അപ്പോൾ ഈ ഡിസൈനിങ് കോഴ്സ് കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാട്ടോ. ക്യാൻവ എന്ന് പറയുന്ന ഒരു ഗ്രാഫിക് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. അതായത് ഇഷ്ടംപോലെ ഡിസൈൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥാപകരെന്ന് പറയുന്നത് മെലാനി പെർക്കിൻസും ക്ലിഫ് ഒബ്രൈറ്റും കമറൂൺ ആഡംസ് എന്നിവർ ചേർന്നാണ് ഇത് സ്ഥാപിച്ചെടുത്തത്. 2013 ഓഗസ്റ്റ് മാസത്തിലാണ് ക്യാൻവ എന്ന അമേസിംഗ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ എല്ലാ രാജ്യങ്ങളിലേക്കും റൺ ചെയ്യാൻ തുടങ്ങിയത്. നിരവധി ഭാഷകളിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ലഭ്യമാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നമുക്കങ്ങനെ അനവധി ഭാഷകളിൽ ലഭ്യമാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനെടുത്ത് നമ്മുടെ അഭിരുചിക്ക് എടുത്തൊക്കെ നമുക്ക് ഒരുപാട് ഡിസൈനുകൾ ചെയ്യട്ടോ. അതിനു വേണ്ടി മാത്രമായിട്ട് ഉള്ളതാണ്. അപ്പം നമുക്ക് ഡിസൈനിങ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ചിന്തയുണ്ടാവും, നമുക്ക് ഈ ഡിസൈനിങ് ക്യാൻവയിലോ മറ്റുള്ള സോഫ്റ്റ്വെയറിലൊക്കെ എടുക്കുന്ന പോലെ നമ്മുടെ ക്യാൻവയിൽ എടുക്കുമ്പോൾ നമുക്ക് കോറൽ ഡ്രോയോ അതുപോലെ തന്നെ ഫോട്ടോഷോപ്പോ ഗ്രാഫിക്സോ അങ്ങനെ പോകുന്ന ഇഷ്ടം പോലെ സോഫ്റ്റ്വെയർസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിലൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യണമെന്ന് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഒരുപാട് ഡിസൈനിങ് ടെംപ്ലേറ്റുകൾ, നിരവധി ടെംപ്ലേറ്റുകൾ നമ്മുടെ ക്യാൻവയിലുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ ഗ്രാഫിക്സ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, പ്രസൻറ്റേഷൻസ് ഉണ്ട്, റെസ്യൂംസ് ഉണ്ട്, ബ്രാൻഡ് ലോഗോ ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ഉണ്ട്, ബിസിനസ് ഗ്രാഫിക് ഉണ്ട്. അങ്ങനെ നിരവധി ഡിസൈനിങ് ടെംപ്ലേറ്റ്സുകൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഡിസൈനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പം ക്യാൻവ ഡിസൈനിങ് സോഫ്റ്റ്വെയറിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലാണെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ഐഫോണിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിലും, ഇനി അതല്ല നമ്മൾ കമ്പ്യൂട്ടറാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് www.canva.com എന്ന ക്യാൻവ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഈ ഡിസൈനിങ് സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് ബർത്ത്ഡേ കൊടുക്കാം, നമുക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഏതൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്റ്റാകുന്ന മേഖലയിലേക്ക് അവ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് മൊബൈൽ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. കുറേ ആളുകൾ മൊബൈലിലാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യാൻവ എന്ന ആപ്പിൾ, നിങ്ങൾ ക്യാൻവ എന്ന് കണ്ടല്ലോ, വീഡിയോ എഡിറ്റർ, ആ ഡിസൈനിങ്, അപ്പം ആ ക്യാൻവ എന്ന ഈ ചിഹ്നം കാണുന്നത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ നമ്മുടെ മെയിലിലേക്കാണ് അത് ഓപ്പൺ ചെയ്യാൻ വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മെയിലിൽ അത് കൊടുത്തുകൊണ്ട് ഗൂഗിളിലേക്കൊന്ന് കണക്ട് ചെയ്യുക. ഗൂഗിളിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിലിൽ കൊടുക്കുക. മെയിലിൽ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീ ടെംപ്ലേറ്റ്സുകൾ കാണാം കേട്ടോ. ഇനി നമുക്ക് ലാപ്പിൽ ഓപ്പൺ ചെയ്യാൻ www.canva.com എന്ന വെബ്സൈറ്റിൽ കയറുക. ക്യാൻവ എന്ന ആപ്പ് നമുക്ക് അവിടെ ഓപ്പൺ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ക്യാൻവയെ കുറിച്ച് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്, നമ്മൾക്ക് ലാപ്പിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാപ്പിൽ നോക്കുക. നമുക്കത് കഴിഞ്ഞ് ക്യാൻവ നമ്മുടെ ലാപ്പിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ലോഗിൻ ചെയ്ത് നമുക്ക് നിരവധി നമ്മുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാൻവയെ കുറിച്ച് ഒരുപാട് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ലാപ്പുള്ളവരൊക്കെ ലാപ്പിൽ അത് സെർച്ച് ചെയ്യുക, ഗൂഗിളുള്ളവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഫോണിൽ പോയിട്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ക്യാൻവയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിനി കാണുന്നത് ഈ ഒരു ലെവലിലായിരിക്കും കേട്ടോ കാണുന്നുണ്ടാവുക. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ക്രിയേറ്റ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കാണും കേട്ടോ. ഫോണിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും, ഈ ഒരു ലെവലിലായിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ, എന്നാലും എല്ലാ കാര്യങ്ങളും തന്നെ ഫോണിലും ഉണ്ട് എന്നതാണ്. ഇനി നമ്മളിവിടെ ചെല്ലുമ്പോൾ ഫോർ യു എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്ത പല ഡിസൈൻസും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ DOC എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് ഡിസൈൻ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ വൈറ്റ് ബോർഡ് പ്രസൻറ്റേഷൻ, PDF പ്രസൻറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഉണ്ടാകുന്ന ഡിസൈൻസുകളുണ്ട്, നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും, പ്രിൻ്റ് എടുക്കാൻ പറ്റും, വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ മോർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഡിസൈൻസ് ഉണ്ട്. അതായത് ഇൻഫോഗ്രാഫിക്, ഫോട്ടോ കോളേജ്, ഡെസ്ക്ടോപ്പ്, വാൾപ്പർ,
അതേപോലെ തന്നെ ഇഷ്ടം പോലെ ബുക്ക് കവർ, ഇങ്ങനെ പോകുന്ന നിരവധി അനവധി ഡിസൈൻ പ്രോഡക്റ്റുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. എന്താ നമ്മുടെ ക്യാൻവയ്ക്കകത്തുണ്ട്. അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. എന്തുമാത്രം കാര്യങ്ങളാണ് നോക്കിയേ. ഉണ്ടോ, ഞാൻ പോകുന്നതിനനുസരിച്ച് ഗ്രാഫിക് ഓർഗനൈസർ ഇങ്ങനെ പോവാണ്. യൂട്യൂബ് ഇൻട്രോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പല വീഡിയോസും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. സ്കൂളിലൊക്കെ പോകുമ്പം ലെസൺ പ്ലാൻസൊക്കെ, ടീച്ചിങ് പ്രാക്ടീസും അതേപോലെ ടീച്ചേഴ്സിൻ്റെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴുള്ള ലെസൺ പ്ലാനുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രോഗ്രാം ചാർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ റെസ്യൂംസുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബ്ലോഗ്, ഗ്രാഫിക്കുകൾ, ബുക്ക് മാർക്ക്, ഫോൺ വാൾപ്പർ, ഇങ്ങനെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. കണ്ടോ, ടെംപ്ലേറ്റ്സ്, ഇൻഫോഗ്രാഫിക്കിൽ, ഫോട്ടോ കോളേജിലൊക്കെ കിടക്കുന്നുണ്ടോ, ഡെസ്ക്ടോപ്പിൻ്റെ വാൾപ്പർ, എന്ത് വേണമെങ്കിലും ഡെസ്ക്ടോപ്പിൻ്റെ വാൾപ്പറായിട്ട് നമുക്ക് എടുത്തിടാം. ബുക്കിൻ്റെ കവർ പേജ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് മതി. ബുക്കിൻ്റെ കവർ പേജസൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നതാണ്. പിന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും. കണ്ടോ, വെബ്സൈറ്റ് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ ആ വെബ്സൈറ്റ് ഡിസൈനിങ് ടെംപ്ലേറ്റ്സുകളും ഇതിൻ്റെ ഉള്ളിൽ ലഭ്യമാണ് എന്നതാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാജിക് സ്റ്റുഡിയോ പ്രോജക്ട്സ്, ടെംപ്ലേറ്റ്സ്, പിന്നെ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രാൻഡിലേക്ക് പോവുകയാണെങ്കിൽ, ഞാനിവിടെ ബ്രാൻഡഡ് ആയിട്ട് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ബ്രാൻഡ് കിറ്റ് എടുത്തുകൊണ്ട് തന്നെ, ബ്രാൻഡ് ടെംപ്ലേറ്റ്സുകൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലോഗോ ഡിസൈൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടം പോലെ ഓൾറെഡി കമ്പനി ഞങ്ങൾക്ക് ലോഗോ ഡിസൈൻ ചെയ്ത് തന്നുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്തില്ല. എങ്കിലും നമുക്കിനി ക്ലാസ്സുകളിൽ നമുക്ക് ലോഗോയ്ക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്ക് ടു ഹോമിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഏതൊരു ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിൻ്റെ പ്രൊമോഷൻ രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിസൈനിങ് ലോകം തന്നെയാണ് ക്യാൻവ എന്നാണ്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ടുന്ന, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണല്ലേ. ഇപ്പോൾ നമുക്കൊരു സോഷ്യൽ മീഡിയയിലേക്ക് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റഗ്രാം സ്ക്വയർ പോസ്റ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്ക്വയർ പോസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് അത് എവിടെ വേണേലും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം, ലിങ്ക്ഡിനിൽ അപ്ലോഡ് ചെയ്യാം, അതേപോലെ യൂട്യൂബിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇൻസ്റ്റഗ്രാം സ്ക്വയർ പോസ്റ്റ് എല്ലാ മേഖലയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ടുന്ന പോസ്റ്റേഴ്സ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ യൂട്യൂബ് തംബ്നെയിൽസുകൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇനി മാർക്കറ്റിംഗ് മേഖലയിലേക്ക് വേണോ, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതുണ്ട്, പിന്നെ സ്റ്റഡി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ, ഇപ്പം നിങ്ങൾ ഇങ്ങോട്ടേക്കൊന്ന് നോക്കുവാണെങ്കിൽ തന്നെ ഇഷ്ടമല്ല. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് ഒരു ലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എടുത്തേക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എടുത്തു എന്ന് വിചാരിക്കട്ടെ, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന്, ഇപ്പോൾ നമുക്കിവിടെ ഒരു ജോബ് ഹിയറിംഗ് ഒക്കെ ആണെങ്കിൽ കൊടുക്കണമെങ്കിൽ നമുക്കിപ്പോൾ ജോബ് ഹിയറിംഗ് കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഫുഡിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി വെബിനാർ എടുക്കാൻ പറ്റുന്നെങ്കിൽ വെബിനാർ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും എടുക്കാൻ പറ്റുമെന്നതാണ്. അപ്പം നമുക്ക് ഒരു വെബിനാറോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ്സ് അവിടെ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുത്ത് തന്നെ, ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അവരുടെ ഒരു ആഡ് റൺ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇവിടെയുണ്ട്. അപ്പം നിങ്ങളുടെ സർവീസസ് എന്തൊക്കെയാണെന്ന് കൊടുക്കാം. ഇനി ഈ ഒരു ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമ്മുടെ ഇത് മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോട്ടോയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉള്ളൊരു ഫോട്ടോസോ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ ഒഴിവാക്കാം. ഈ ഒരു ഫോട്ടോ ഒഴിവാക്കി കഴിഞ്ഞാൽ ഡിലീറ്റ് ഇമേജ് കൊടുത്ത്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് നമുക്ക് എവിടെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി എടുത്തുകൊണ്ട് നമുക്ക് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് ഒക്കെ കൊടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ഒരു മെൻഡറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മെന്നാണെങ്കിൽ മെന്നിനെ നമുക്ക് ഇവിടേക്ക്
കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താ പറയുക, ആ നേരത്തെ രീതിയിൽ നിന്ന് നമുക്കൊരു ഇച്ചിരി കൂടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടോ, ഇവിടെ ഏത് മേനാണോ വേണ്ടത് ആ മേനെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മേനിനെ വേണ്ടെങ്കിൽ ഈ മേനെ നമുക്ക് അവിടെ കൊടുക്കാം. അത് നമുക്ക് ജസ്റ്റ് ഈ ഫോട്ടോയ്ക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിലേക്ക് നമുക്ക് ഡിസൈൻ സെറ്റ് ചെയ്ത് വെക്കാം എന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അതിനെ മൂവ് ചെയ്യാൻ പറ്റും. ഇതാ നമ്മൾ അത് എത്രയേ ഉള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്യാൻവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അടുത്ത ഒരു ക്ലാസ്സിൽ നല്ല രീതിയിൽ ഈ ക്യാൻവ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പം ഈ ക്യാൻവയ്ക്ക് അകത്ത് 3 വേർഷൻസ് ആണുള്ളത്. എന്തൊക്കെ വേർഷൻസ് ആണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ക്യാൻവ ഫ്രീ വേർഷൻ. ഇപ്പം നമ്മളെടുത്ത് അവിടേക്ക് വെച്ചത് ഒരു ഫ്രീ വേർഷനിലൊരു പോസ്റ്ററാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തത് ഇവിടെ കണ്ടോ, ഒരു തൊപ്പി വെച്ചേക്കുന്നത് കണ്ട് ഇതുണ്ട്. ഇതൊക്കെ എജ്ജു എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇതൊക്കെ പ്രോ വേർഷനിലേ കിട്ടത്തുള്ളൂ, അതായത് പെയ്ഡ് വേർഷനിൽ കിട്ടും. പക്ഷേ ഇവിടെ തൊപ്പിയില്ലാത്ത കാരണം അതോ ഇവിടെ നമ്മൾ പെട്ടെന്ന് അദ്ദേഹത്തെ കൊണ്ട് അവിടെ വെച്ചല്ലേ, അപ്പോൾ അത് ഫ്രീ വേർഷനിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്രീ വേർഷനിൽ കുറേ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി പ്രോ വേർഷൻ വേണം. പ്രോ വെർഷൻ ആണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിതിലേക്ക് വരുന്നത്. അപ്പോൾ ക്യാൻവയ്ക്ക് 3 തരത്തിലാണ് ക്യാൻവ അവരുടെ ബിസിനസ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അവർ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ അവർ ഒരു ബിസിനസ് ഇഷ്ടംപോലെ ഷെയർ ഹോൾഡേഴ്സൊക്കെ ക്യാൻവയിലുള്ളത് കൊണ്ട് തന്നെ ക്യാൻവ ഒന്ന് ഫ്രീ വേർഷനും ഒന്ന് പ്രോ വേർഷനും ക്യാൻവ ടീംസ് എന്ന് പറഞ്ഞ 3 വേർഷൻസ് ആണുള്ളത്. അപ്പോൾ 3 വേർഷൻസിനും സെപ്പറേറ്റ് ആണ്. ഫ്രീ വേർഷൻ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊക്കെ എടുത്ത് യൂസ് ചെയ്യാം. കുറച്ചും കൂടെ നമ്മൾ പ്രോ വേർഷനിലേക്കൊക്കെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിൻ്റെ ഉള്ളിൽ എന്ന് പറയും. അപ്പോൾ നമുക്ക് ടാസ്ക് മന്ത്ര കമ്പനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് ആ പ്രൊവേഷൻ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കമ്പനി നമുക്ക് നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പ്രൊവേഷൻ എടുക്കുന്നതെന്നും ഈ 3 വേർഷൻസിൻ്റെ ഡിഫറൻറ്റ് എന്താണെന്നുള്ളതും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചെടുത്തുകൊണ്ട് നമുക്ക് വരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയുമാണ് ക്യാൻവയെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ക്യാൻവയെക്കുറിച്ച് ഒത്തിരി കാര്യം, ക്യാൻവയിൽ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം, ക്യാൻവയിൽ ശരിക്കും ഒരു പോസ്റ്റർ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം, അതുപോലെ ക്യാൻവയിൽ നമുക്ക് വോയിസുകൾ ഒരു പോസ്റ്റേഴ്സിൻ്റെ അടിയിൽ ഇങ്ങനെ വോയിസുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി പഠിക്കാൻ പറ്റും. ലോഗോ ഡിസൈൻ ചെയ്യുന്നത്, ബൾക്കായിട്ട് എങ്ങനെ ഡിസൈൻ, നമ്മളൊരു കാര്യം നമുക്ക് ഒത്തിരി പേർക്ക് ഒരു 100 പേർക്ക് ഒരു 1000 പേർക്ക് അയക്കണമെങ്കിൽ എങ്ങനെ ബൾക്ക് പോസ്റ്റ് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അയക്കാം, ഇതിങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഡിസൈനിങ് കോഴ്സിലൂടെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾ കൃത്യമായി പഠിപ്പിക്കും. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ നിങ്ങൾ ഈ ക്ലാസ് ഫുൾ കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.